നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ട്രെസ് ലെച്ചസ് എന്ന് പറയുന്ന കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ 3 ടൈപ്പ് മിൽക്ക് കൊണ്ടാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 6 കോഴിമുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്, വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ കഷ്ണം ബട്ടർ ഞാൻ ഇടുന്നുണ്ട്. ബട്ടർ ഇടണമെന്ന് നിർബന്ധമില്ല, ബട്ടർ ഓയിലൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. 150 ഗ്രാം ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 180 ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എഗ് വൈറ്റ് ആണ്. നമുക്കിനി ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 50 ഗ്രാം ഷുഗറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ ബാറ്റർ. ഇനി നമുക്കതിലേക്ക് ഈ എഗ് വൈറ്റ് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ കേക്ക് റെഡിയാക്കാനുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 25 to 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കേക്ക് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml തണുത്ത മിൽക്കാണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ 160 ml ഇവാപ്പറേറ്റഡ് മിൽക്കും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് 397 ഗ്രാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം. കാരണം നമ്മൾ ഒഴിക്കുന്ന മിൽക്കിൻ്റെ ആ ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്കൊന്ന് കയറി നല്ലതായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ കേക്ക്. അല്ല എങ്കിൽ നമുക്ക് ആ മുകളിലുള്ള ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വേഗം തന്നെ ഇത് സോക്കായി കിട്ടും. ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് നമ്മുടെ കേക്ക് സോക്ക് ചെയ്ത് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഒന്നും കളയുന്നില്ല, കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത്. ഒഴിച്ചു വെച്ച മിൽക്ക് മുഴുവനും നമ്മുടെ കേക്ക് ഇപ്പം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് മേലെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. നമ്മുടെ ട്രെസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ് കേക്ക്, അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്.